ഹായ് ഗൈസ്, അപ്പോൾ നമുക്ക് തോടിൻ്റെ വീഡിയോ ഉണ്ടല്ലോ. ഇത് ഞാൻ രാവിലെ തന്നെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. രാവിലെ ആകുമ്പോൾ ഒരു പ്രത്യേക വൈബല്ലേ, ഒരു ചെറിയൊരു തണുപ്പും ഒരു മഞ്ഞും ഒക്കെ ഉണ്ട്. അതുപോലെ ഒരു മോർണിംഗ് രാവിലെ ടൈമിൽ തോട് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമാണ് കേട്ടോ. അപ്പോൾ വലിയ ബഹളങ്ങളില്ല, അതുപോലെ നല്ല കിളികളുടെ സൗണ്ടും. അപ്പം ഈ വീഡിയോയ്ക്കകത്തേനും അങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ, തോടിൻ്റെ തന്നെ സൗണ്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ കിളികളുടെ സൗണ്ടും പിന്നെ വെള്ളം ഇങ്ങനെ ഈ തോട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിറയെ ഉരുളൻകല്ലുകളൊക്കെ നിറഞ്ഞ തോടാണ് കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ ഈ മലയോര മേഖലയിലൊക്കെ ഉള്ള തോടുകളൊക്കെ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ തട്ടി 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 ഒഴുകി വരുമ്പോഴും അതുപോലെ വെള്ളം ഇങ്ങനെ മേളിൽ നിന്നൊക്കെ ഒഴുകി വരുമ്പോൾ ഇങ്ങനെ പതഞ്ഞും എന്താ പറയുക ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സൊക്കെ ആയിട്ട് വരുന്നതാണ് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അപ്പം ഞാനിതിൽ ഇതിൻ്റെ വോയിസൊക്കെ കേൾപ്പിക്കാം. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ തോടുകൾ ചേർന്നിട്ടാണ് വലിയ പുഴകളൊക്കെ ഉണ്ടാവുന്നത് കേട്ടോ. ഇതിപ്പോൾ ഈ തോടൊക്കെ ചേർന്നിട്ടാണ് നമ്മുടെ വളപട്ടണം പുഴയൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ചെറിയൊരു കൈവഴിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇതാ സൈഡിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങളിനി കുറച്ച് നേരം തോടിൻ്റെ സൗണ്ടും തോടിൻ്റെ എന്താ പറയുക ഭംഗിയൊക്കെ ആസ്വദിക്കും കേട്ടോ. കണ്ടില്ലേ വെള്ളം ഒഴുകി പോകുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഇതിന് വേനൽക്കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും വെള്ളം ഉണ്ടാവത്തില്ല, ഒട്ടും ഒഴുക്കും ഉണ്ടാവില്ല. എന്താ പറയുക കുഴികൾ ഇപ്പോൾ ഈ തോടിൻ്റെ അകത്ത് തന്നെ ചില സ്ഥലത്ത് കയങ് എന്ന് പറയും. ഇപ്പം ഇത് അധികം ആഴമില്ല, എല്ലാം മണ്ണ് വന്ന് എക്കലടിഞ്ഞിട്ട് അത് മൂടിപ്പോയി. പക്ഷേ പണ്ട് എത്രയോ എന്താ പറയുക ഒരു ആന മുങ്ങി പോകാനുള്ള അത്രയും ഒരു വെള്ളം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത്രയും വെള്ളമുള്ള കയങ്ങളൊക്കെ ആയിരുന്നു പറയണത്. എനിക്ക് അറിഞ്ഞുകൂടാ, പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്, പണ്ടത്തെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ സമയത്തൊക്കെ അത്യാവശ്യം വെള്ളം ഉള്ള സമയമാണ് കേട്ടോ. ഇപ്പം തുലാമഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അത്യാവശ്യം വെള്ളം ഉണ്ട്, നല്ല ഒഴുക്കുള്ള നല്ല വൃത്തിയുള്ള വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ ഒഴുക്ക് വെള്ളത്തിൽ അഴുക്കില്ല എന്നാണ് പറയുന്നത് കേട്ടിട്ടുള്ളത്. അപ്പോൾ അതുപോലെ അത്യാവശ്യം വെള്ളമുള്ള സമയമാണ്. പക്ഷേ വേനൽക്കാലത്ത് ഞാൻ പറഞ്ഞില്ല തീരെ വെള്ളം ഉണ്ടാവത്തില്ല. അതുപോലെ ഒരുമാതിരി മീനിൻ്റെയൊക്കെ ഒരുതരം ഉളുമ്പ് മണമൊക്കെ അപ്പോൾ നന്നായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. അതുപോലെ മഴക്കാലത്ത് പിന്നെ പറയണ്ട, ഭയങ്കര നല്ല പൊക്കത്തിൽ വെള്ളം വരും. എന്താ പറയുക നമ്മൾ ഇവിടത്തേക്ക് ഈ ഭാഗങ്ങളൊക്കെ മൂടിയിട്ട് നല്ലോണം പൊക്കത്തിൽ വെള്ളം വരും കേട്ടോ. അപ്പം ഈ ഒരു സമയം നല്ല ബെസ്റ്റ് ടൈമാണ്. അത്യാവശ്യം വെള്ളമുണ്ട്, വെയിലുണ്ട്, എന്നാൽ ഒരുപാട് അങ്ങനെ എന്താ പറയുക ഒരുപാട് വെള്ളം ഇല്ല. നമുക്ക് അത്യാവശ്യം ഇറങ്ങാനൊക്കെ പറ്റുന്ന സമയമാണ്, നല്ലൊരു സമയമാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോവുകയാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പോൾ തുലാമഴയൊക്കെ പെയ്യുന്ന സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വൈകുന്നേരമൊക്കെ വെള്ളം വരും, പെട്ടെന്ന് മലവെള്ളപ്പാച്ചിൽ വരും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 3 മണി 4 മണിക്കൊക്കെ നമ്മുടെ ഇവിടെ അത്യാവശ്യം വെയിലുണ്ടാവും, ചിലപ്പോൾ അങ്ങനെ മഴയൊന്നും ഉണ്ടാവില്ല, അങ്ങനെയുള്ള കാലാവസ്ഥയായിരിക്കും. പക്ഷേ ഇത് വരുന്നത് വേറെയുള്ള എന്താ പറയുക മല മുകളിൽ നിന്നൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഭയങ്കര മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നിറയെ വെള്ളം വരും. അപ്പോൾ അത് കുറച്ച് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ സമയത്തൊന്നും നമ്മളൊരു 3-4 മണിയൊക്കെ കഴിഞ്ഞുള്ള സമയത്തൊന്നും അധികം പോകാതിരിക്കുന്നതാണ് നല്ലത്. സൂക്ഷിച്ച് പോകണം, വെള്ളം വരുന്നുണ്ടോ, വെള്ളത്തിൻ്റെ കളർ വ്യത്യാസം വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് കണ്ടോ, ഈ പൂക്കൾ നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ എന്താണ് ഈ പൂവിന് നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങളിതിന് കമ്മൽ പൂ എന്നാണ് പറയുന്നത്. ഇത് നല്ല ഭംഗിയാണ് കാണാൻ, നല്ല യെല്ലോ കളറിൽ നല്ല ഭംഗിയാണ്. ഇതിപ്പോൾ തോടിൻ്റെ കരയിലൊക്കെ ഇഷ്ടം പോലെ ഇതുണ്ടാവും. ഞങ്ങൾ പിന്നെ പണ്ട് കാലത്ത് പൂക്കളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഈ പൂക്കൾ ഒരുപാട് എടുത്തുകൊണ്ട് പോകുമായിരുന്നതാണ്. ഇത് ഒരുപാട് പൂക്കളുണ്ടാവും. പിന്നെ നല്ല ഭംഗിയുള്ള മഞ്ഞ കളറല്ലേ. പിന്നെ ഇതിൻ്റെ ഇതളൊക്കെ വിടർത്താൻ നമുക്കത് മുറിച്ചെടുക്കാനൊക്കെ ഇത് പാടാണ്. എന്നാലും കുറേ പിള്ളേരൊക്കെ ഉള്ളപ്പോൾ നല്ല രസമല്ലേ. ഈ മരം നിങ്ങൾ ശ്രദ്ധിച്ചോ ഗൈസ്, ഇതാണ് ചേര് കേട്ടോ. അപ്പോൾ ചേര് ചാരിയിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞൊരു പഴഞ്ചൊല്ലുണ്ട്. എനിക്ക് എത്ര ഓർത്തിട്ട് ആ പഴഞ്ചൊല്ല് കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഈ മരത്തിൻ്റെ ഇലയൊക്കെ കണ്ട് ഉണങ്ങി നിൽപ്പുണ്ട്. അപ്പം ഞങ്ങളൊക്കെ തോട്ടിലൊക്കെ പോകുന്ന സമയത്ത് അമ്മമാരോ ആരെങ്കിലും പ്രായമുള്ളവരൊക്കെ കൂടുതലുണ്ടെങ്കിൽ നമ്മളോട് പ്രത്യേകം അവർ പറയും നല്ലോണം കെയർഫുള്ളായിരിക്കണം, നന്നായിട്ട് നിങ്ങൾ നോക്കണം. ഇത് ഒരിക്കലും മേത്ത് ഇതിൻ്റെ തടിയോ അല്ലെങ്കിൽ അതിൻ്റെ ഇലയോ ഒന്നും നിങ്ങൾ മേത്ത് തട്ടാതിരിക്കാൻ നോക്കണം. തട്ടിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ചൊറിഞ്ഞിട്ട് ഒരു ചൊറിച്ചിലൊക്കെ ഒരുപാടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഏതോ ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. ചേരിൽ കൂടെ ഇങ്ങനെ കയറിപ്പോയിട്ട്, എനിക്കൊന്ന് ആസിഫ് അലിയുടെ ഒരു സിനിമയാണെന്ന് തോന്നുന്നു, അതിൻ്റെ അകത്തുണ്ട്. ചേരിൽ കയറി പോയിട്ട് ഇങ്ങനെ എന്താ പറയുക മേലൊക്കെ തടിച്ചിട്ട് ഒരു പിറ്റത്തെ ദിവസം അലർജി ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് അങ്ങനെ എന്താ പറയുക അവരെ ആ കേസ് തെളിയിക്കാൻ പറ്റി. അപ്പം ആസിഫ് അലി പോലീസുകാരനൊക്കെ ആയിട്ടുള്ള ഏതോ ഒരു സിനിമയാണ്. എനിക്കൊന്ന് ജീതു ജോസഫിൻ്റെ ഏതോ ഒരു സിനിമയാണ്, പക്ഷേ പേര് മറന്നു, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ ഇത് കണ്ടോ, അപ്പോൾ ഇതാണ് ചേരുമരത്തിൻ്റെ ഇത് കേട്ടോ.
അപ്പോൾ നമ്മൾ തോട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് മേളിലോട്ട് കയറി കേട്ടോ. അപ്പോൾ മേളിലേക്ക് കയറിയപ്പം അതാ ഈ ചെടികൾ നിങ്ങൾക്ക് അറിയാമോ, ഇതാണ് നമ്മൾ മഷിത്തണ്ടായിട്ട് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. ചെറിയ അതിൻ്റെ ഒരു തണ്ടുണ്ടല്ലോ, അതിൽ ഒരു പിങ്ക് കളർ തണ്ടുണ്ട്, അതുപോലെ ഒരു വൈറ്റ് കളർ തണ്ടുള്ളതും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ സ്ലൈറ്റൊക്കെ തുടയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് അവർ ചെമ്പരത്തി നട്ട് വളർത്തിയിട്ടുണ്ട്. അവർ തോട്ടിലൊക്കെ കുളിക്കുമ്പോൾ അവർക്ക് താളിയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചെമ്പരത്തിയൊക്കെ നട്ട് വളർത്തിയിട്ടുണ്ട് കേട്ടോ അവരുടെ പറമ്പിൽ. അപ്പോൾ അങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഇപ്പോൾ ഈ കാണുന്ന പൂക്കളാണ് കാക്കപ്പൂവെന്ന് ഞങ്ങൾ പറയും. ഇതാണോ കാക്കപ്പൂവെന്ന് ചോദിച്ചാൽ അറിയത്തില്ല, ഇത് വേറെ എന്തെങ്കിലും പൂവാണെന്ന് അറിയില്ല. കാക്കപ്പൂവ്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് പന്നൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കയ്യിലൊക്കെ ഇങ്ങനെ അച്ചായിട്ട് അടിക്കാൻ പറ്റുമായിരുന്നു അത് വെച്ചിട്ട്, പന്നൽ. അപ്പോൾ അതുപോലെ 2-3 സൈസ് പന്നൽ എന്നാണ് മാത്രമേ എനിക്ക് പേരറിയത്തുള്ളൂ. കണ്ടോ, 2-3 സൈസ് ടൈപ്പ് ഓഫ് പന്നൽ ചെടികളുണ്ട് കേട്ടോ. പിന്നെ വേറെ എന്തൊക്കെയോ ചെടികളൊക്കെ ഉണ്ട്, വലിയ അറിയില്ല അതിനെക്കുറിച്ച്. അപ്പോൾ ഗൈസ്, ഇത്രയാണ് നമ്മുടെ തോടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാഴ്ചകൾ കേട്ടോ. ഞാൻ ഷോർട്സ് ആയിട്ട് വേറെ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ അതൊക്കെ കാണുക, ചാനലെടുത്ത് കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ആർക്കെങ്കിലും ഉപയോഗം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ കയറാൻ നേരത്ത് കുറച്ച് തൊട്ടാവാടികളുടെ ഇലയൊക്കെ ഇങ്ങനെ തട്ടി അവരെ എന്താ പറയുക, നമ്മൾ പിണക്കൂലോ, അപ്പോൾ അങ്ങനെ ഞാൻ തട്ടി അവരെ എന്താ പറയുക മടക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ തോടുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ.